ഇതൊരു അടിപൊളി തോട്ടാട്ടാ. നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി മാങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. ഇതിലിപ്പോൾ ചെറിയൊരു കുളമുണ്ട് ഇവിടെ, കണ്ടോ. ഇതിനാണ് ഇപ്പോൾ ഇവിടെ നന നടക്കുകയാണ്. ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസങ്ങൾ പൊതുവെ എല്ലാവരും ഫ്രീ ആണല്ലോ. അപ്പോൾ നനയ്ക്കാനായിട്ട് ഇറങ്ങും ഞങ്ങളൊക്കെ. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ, അനുവിൻ്റെ ജ്യേഷ്ഠനാണ് സുൽഫി. നമ്മുടെ ചങ്കുകളാണ് എല്ലാവരും. ഇവിടെ മാങ്ങ നന്നായി പിടിച്ചിട്ടുണ്ട് ഇതിൽ. സുൽഫി ഇതേതാ മാങ്ങ? മല്ലിക. എന്താ പ്രത്യേകത? എത്ര വെയിറ്റ് വരും ഇത്? മല്ലികക്ക് ഏകദേശം 1 കിലോനോളം വെയിറ്റ് വരും. ഇത് പഴുത്തിട്ട് കഴിക്കുന്ന മാങ്ങയാണോ അത് അച്ചാറിനുള്ളതാ? പഴുത്തിട്ട് കഴിക്കാനുള്ള മാങ്ങ, എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ള മാങ്ങയാണ്. ഓ. ഇതെവിടേക്കാ അയക്കാറ്? ഇത് ഡൽഹി, ബോംബെ, ഇൻഡോർ എക്സ്പോർട്ട് ചെയ്യില്ല. ഇതിപ്പോ ഒരു പറി കഴിഞ്ഞ മരാണോ അത് പറിച്ചിരുന്നാ? ഇത് പറിച്ചിട്ടില്ല, പറിക്കാനാവുന്നുള്ളൂ. ഇനി ഒരു ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറിക്കാനുള്ളതായി. ഓഹോ. ഇതിന് എനിക്ക് കുറച്ച് മാങ്ങ വേണം കേട്ടാ. ഇവിടെ പിന്നെ വേറെ ഏതൊക്കെയാ മരങ്ങള്? ചെന്തൂരുണ്ട്, ആപ്പോസുണ്ട്, ബംഗനാപ്പള്ളിയുണ്ട്. ഇതേത് ബാക്കിലുള്ള മരം ഏതാ? ചെറിയ മരം? ബാക്കിലുള്ള ചെറിയ മരം ഇത് കാലാപ്പാടി എന്ന് പറയും. കാലാപ്പാടി. ഓ അതോ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരേ മരം. ഓ ഇത്ര ചെറിയ മരത്തിലൊക്കെ കായ ഉണ്ടാവും അല്ലേ? അതെ. ഇപ്രാവശ്യം കായ്പ് കുറവാണ് ഈ മരത്തിന്. തോട്ടത്തിലൊക്കെ നല്ല കായ്പാണ് നമ്മുടെ വേറെ തോട്ടത്തിലൊക്കെ അല്ലേ? ഇത് കാറ്റില് മറ്റേ തേങ്ങാക്കുലകൾ ആടുന്ന മാതിരി ആടുന്നുണ്ടല്ലോ. ഇളം കാറ്റില് ആടുന്നു മാങ്ങ. എനിക്ക് അത് നല്ല ഇഷ്ടമായി. നന്നായിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. മല്ലിക ഒന്നുകൂടി എടുക്കാം. മരത്തിന് മുകളിലും കായില്ല അല്ലേ? എല്ലാം താഴെയാണ് അല്ലേ?